ഹലോ, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് കേട്ടാ. കയറ്റിയിട്ട് രണ്ടുപേരും ഇന്ന് ആശുപത്രി കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അഖിലായിട്ട് ലീവായിരുന്നു. അപ്പം ശരി എന്നാൽ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലീസക്കുട്ടി വേറെ എവിടേക്ക് അല്ല ടേസ മോളില്ലേ വേറെ എവിടേക്കോ പറഞ്ഞിട്ട് വണ്ടി കയറുന്നു. ആശുപത്രിക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വരില്ല. നമുക്ക് വണ്ടി കയറാൻ നിൽക്കുകയാണ്. എവിടേക്കാണ് ആ ശരി കയറ്റി എൻ്റെ മോളെ കേറ് പോവാലോ. നമുക്ക് 2 ഇഞ്ചക്ഷൻ കുത്തിയിട്ട് വരാട്ടാ. അപ്പോൾ ഞങ്ങളില്ലേ പോട്ടെ കേട്ടോ. വേറെ ഒരാളെ കാണിച്ചു തരാം. നിങ്ങൾ വണ്ടി വെളിയിലേക്ക് ഇറക്കി കേട്ടോ. അവിടെ നിൽക്കിട്ട് നീ വരുന്നില്ലേ? ഇഞ്ചക്ഷൻ ഇടാൻ പോകണ്ടേ നമുക്ക്? ഇഞ്ചക്ഷൻ ഇടാൻ പോകണ്ടേ? ഹലോ ബാ, നമുക്ക് ഇഞ്ചക്ഷൻ ഇടാൻ പോവാം. പോവാ സുന്ദരി, വാ ഇഞ്ചക്ഷൻ ഇടാൻ പോയിട്ട് വരാം. നമ്മളിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോവാൻ. നമ്മുടെ ആൾ എൻ്റെ കയ്യിലാണ്. ഉള്ളൊക്കെ ഓരോ കേട്ടിട്ടില്ലേ, മറ്റുള്ളവരൊക്കെ പോയി ചിരിക്കുകയാണ് കേട്ടോ നമ്മളെ കണ്ടിട്ട്. കിട്ടാതിരിക്കും ചില സമയത്ത് അവർക്ക് ഓരോരുത്തർ കാണുക. ഏതെങ്കിലും നായരിക്കട കുറയ്ക്കും. അതാണ് പ്രശ്നം അവിടെ. ആരെങ്കിലും വണ്ടിയിൽ നോക്കി പഠിക്കുക, ഇതൊക്കെയാണ് പരിപാടി. എന്തൊക്കെയാണ് പറയണം കേട്ടോ പുള്ളിക്കാരി. നമ്മൾ ഹോസ്പിറ്റലിൽ എത്താനായിട്ടാ എത്തി. ഇനി അവിടെ പോയി ഇങ്ങനെ കത്തുമോന്നുള്ളത് അറിയില്ല. നമ്മൾക്ക് ചങ്ങലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് ഒക്കെ ഇറങ്ങാം. ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിതാ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നോക്കാം. നമ്മൾ ഉള്ളിൽ പോകണം കേട്ടോ. നോക്കാം എന്തായിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ആശുപത്രി ചിറ്റൂര്. അതിലെ കാണിക്കണം കേട്ടോ. കാണിച്ചിട്ട് നമ്മുടെ ആൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കേണ്ടത് ഇവിടെ എല്ലാം കാണണം. ഇതെവിടെയാണ് നമ്മളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കണം. ലേറ്റസ്റ്റ് കുട്ടി കുട്ടി 550 ഗ്രാമേ ഉള്ളൂ പുള്ളിക്കാരി. വെയിറ്റ് നോക്കിയതാണ് കേട്ടാ. ആളെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അഖിലേട്ടൻ്റെ കൂടെ എവിടെയോ വിരുന്ന് വന്നതാണ് എന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം. പക്ഷേ എന്താ അവിടെ വന്ന് സൗണ്ട് ഒന്നുമില്ല. അവൾ സൈലൻ്റായി. സൈലൻ്റ് കുട്ടിയാണ്. ഇല്ല എങ്ങനെ ഇരിക്കണം നോക്ക്. ഒരു കുത്താൻ പോവുകയാണ്. ഇവൾക്കില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞാവയ്ക്കില്ല. അവൾക്ക് വേറെ മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. ലിസ അവിടെ ഇരുന്നോട്ടാ. നമുക്കൊരു സൂചി ഇടാട്ടാ. ലിസ കുട്ടി അവിടെ ഇരുന്നോട്ടാ. നോക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ചിറ്റൂർ ആശുപത്രി. നല്ല മഴയാണ് ഇവിടെ ഇക്കാലം. നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അതിലോട്ട് അവളെ എടുത്ത് നടക്കുകയാണ്. ചിലപ്പോൾ പേടിച്ചാലോ എന്ന് വെച്ചിട്ടേ ഉള്ളിയും കൂടെ ഇങ്ങനെ നടക്കണം. അപ്പോൾ അവൾക്ക് സൗണ്ടില്ല. നമ്മൾ റോഡിലൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വണ്ടികളിലെ ആൾക്കാരെ കണ്ട അപ്പം നിലവിളിക്കും. അല്ലേ ലീസ കുട്ടി? പേടിച്ചു. മോള് പേടിച്ചിട്ടിരിക്കുകയാണ്. വേണ്ട പാവം കോട്ടയത്ത്. അതെ അതെ. നിൽക്കും തോന്നുന്നില്ല. നോക്കാം. അതെ അതെ അതെ. ഇല്ല 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 ഇല്ല. അതിലേട്ട് അവിടെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യുന്നറിയില്ല. നിലവിളിക്കുകയോ ഇഞ്ചക്ഷൻ ഇടുമ്പോൾ അറിയില്ല. ആദ്യമായിട്ടാണ്. ഡോക്ടർ ഇതിനെ കുളിപ്പിക്കേണ്ട പറഞ്ഞു കേട്ടോ. 1 വർഷം വരെയും കുളിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ചെറുതിനെ ചൊറിയണമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചപ്പോൾ അവർ പറഞ്ഞു പച്ചക്കർപ്പൂരവും വെളിച്ചെണ്ണയും അതുകൂടി ആഡ് ചെയ്താൽ മതി പറഞ്ഞു. ഇഞ്ചക്ഷൻ ഇട്ടു കേട്ടോ. പാവം അറിഞ്ഞിട്ടേ ഇല്ല അല്ലേ? അറിഞ്ഞില്ല തോന്നുന്നു. ഒന്നുമില്ല. ഇതൊന്നുമില്ല. അറിഞ്ഞിട്ടേ ഇല്ല അല്ലേ പുള്ളിക്കാരി? ഇഞ്ചക്ഷൻ ഇട്ടതേ അറിഞ്ഞില്ല. കഴിഞ്ഞു കേട്ടാ. ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞ്
നമ്മൾ ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞു കേട്ടാ ടാ പോവാ നമുക്ക് പോവാം. ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞു കേട്ടാ. ടീസ രണ്ടുപേര് പേര് എനിക്കിപ്പോൾ മാറാൻ തുടങ്ങി. ടീസ മോളെ ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞു കേട്ടേരി. ഇഞ്ചക്ഷൻ ഇട്ടാ ഇഞ്ചക്ഷൻ ഇട്ടാ. അവൾ അറിഞ്ഞിട്ടില്ല. അവളെല്ലാവരും നോക്കണം. വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് നോക്കണം. നമ്മൾ ചെറുത് കരയാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഒന്നുമില്ല പുറത്തെ. ഇതാ നമ്മളിവിടെ നടക്കുകയാണ്. ഇനി അടുത്ത് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കില്ല കേട്ടാ. നമ്മൾ വെറുതെ ഓരോ ആക്ഷൻ കാണിക്കുകയാണ്. അവിടുത്തെ ചേച്ചി പറയണേ കാണണേ ഇല്ലല്ലോ, ഇങ്ങനെ ഒരാളുള്ളതേ അറിയുന്നില്ലല്ലോ പറഞ്ഞിട്ട് കമൻ്റ് വരുന്നത്. നമ്പറിച്ചാണ് നമ്മൾ നിനിച്ചില്ല ഇഞ്ചക്ഷൻ ഇല്ല, നമുക്ക് വീട്ടിൽ പോവാ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പെറ്റ്സിനെ മേടിക്കുന്നവരില്ലേ, ഈ ചെള്ളൊക്കെ ഉള്ളവർ, ഇവർക്ക് വലിയ നമ്മുടെ ടേസമോളുടെ മേലെ ചെള്ളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഡോക്ടർ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടി തേച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവൾക്ക് ഒന്നും ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ട, കുഞ്ഞല്ലേ, വേണ്ട, കുളിപ്പിക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി പോവാം കേട്ടോ, മരുന്നൊക്കെ മേടിച്ചിട്ട് പോവാം. ഇവരങ്ങനെയും നടന്നു. ഡോക്ടറിൻ്റെ അടുത്ത് മരുന്ന് ഇഞ്ചക്ഷൻ പുറത്തുനിന്നുണ്ട് തോന്നുന്നു. പിന്നെ അതിന് മരുന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, പുറത്ത് പോകാം. ഡോക്ടറിൻ്റെ അവിടെ പോവാണ്. അതുപോലെ കാർഡ് കിട്ടും കേട്ടോ നമുക്ക്. മേടിക്കട്ടെ നമ്മളങ്ങനെ പോകാൻ വേണ്ടി വിളിക്കണം കേട്ടോ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെന്തിനാണ് നിലവിളിക്കുന്നത് എനിക്കറിയില്ല. നമ്മൾ ഓക്കെ ആയി. ഇനി വണ്ടി പോകുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരുന്നത്. ഒക്കെ ഓക്കെ നിൽക്കുന്നത്. വണ്ടി പോകാനും ഇഷ്ടമാണ് അല്ലേ. പക്ഷെ നിലവിളിക്കും ഞങ്ങൾ അല്ലേ. ടീഷ നീ എന്തിനാണ് ജസ്കുട്ടി നിലവിളിക്കുന്നത്? ജസ്കുട്ടി എന്തിനാണ് നിലവിളിക്കുന്നത്? ഇത് കീന്ന് പറഞ്ഞിട്ട് തണുത്തിട്ടാണോ എന്നറിയില്ല. പുള്ളിക്കാർക്ക് ഇപ്പം എങ്ങനെയെങ്കിലും വീടെത്തിയിട്ട് കുറച്ച് ഫുഡ് കഴിക്കണം, അതിനുള്ളതാണ് ഇപ്പോൾ. എന്താ നമ്മൾ വയറ് വിശന്ന് തോന്നുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ. പാവം നന്നായി വിശന്നു അല്ലേ. വിശന്നതി ഓട്ടം. നമുക്ക് വീട്ടിൽ പോകാട്ടോ. മഴയാണ്, അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. നമുക്ക് നോക്കാം. അപ്പൂപ്പനെ കണ്ടിട്ട് കഴിച്ചോട്ടേ. അല്ലല്ല, അതിൽ അവൾക്ക് 5 മാസം തന്നെ ആയിട്ടുള്ളൂ. ചെറുതാണ്. അത് നമ്മുടെ വിശേഷം ചോദിക്കാം. എന്താ വെച്ചാൽ പൊമേറിയൻ ഓരോരോ നായ്ക്കുട്ടികളിങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് പറയില്ലേ, അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. അതവിടെ ശരി ഫോണ് കാണണ്ട. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് 3 മതിയായി. അവിടെ വേഗം അതിലൊക്കെ മതി ഇരിക്കണം. ഞാൻ അവളെ എടുക്കട്ടെ. ഇതിനോട് വാ, അങ്ങനെ വാ. കണ്ട് വേഗം ഈ മഴ വിട്ട വേഗം പോവായിരുന്നു. നോക്കൂ രണ്ടുപേരൊന്ന് നമ്മൾ പോവാണ്, റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കയറ്റിയിരുത്തി പുള്ളിക്കാരനെ. അതൊക്കെ ഇരിക്കും, അതൊക്കെ എല്ലാം ഓക്കെയാണ് അവൾ. അതിനൊന്നും പ്രശ്നമില്ല. അവൾക്ക് ആൾക്കാരെ കണ്ടാലോ വണ്ടികളെ കണ്ടാലോ മറ്റേ കൊയ്യ് പറഞ്ഞിട്ട് റോഡ് നീളെ ഹോണില്ലാത്ത പോലെ നമുക്ക് ഹോണേ അടിക്കണ്ട, അങ്ങനെ കത്തിയിട്ട് വരുള്ളൂ. പക്ഷെ ബൈക്കിൽ പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. അതിൽ നമ്മൾ ഓട്ടോയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. ബൈക്കിൽ പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീട്ടിൽ പോകാം. ആശുപത്രിയിൽ പോയ പുകിലാണത്. അമ്മോ പറഞ്ഞിട്ട് അവൾക്ക് എന്താ അങ്ങനെ റോഡിലൂടെ നിന്ന് കത്തിയാലില്ലേ ഒരു ചെയ്ത നോക്കിക്കോ. ഒരാളിതാ ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആൾക്കാർ അവൾക്ക് ഇഷ്ടപ്പെടാത്തവരെന്ന് കണ്ടാൽ എന്ന് പറയും, അത്രയേ ഉള്ളൂ. ബൈക്കിൽ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ കൂട്ടിയിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ചെങ്കിലും കൂട്ടിയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. നമ്മളിതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുക്കുന്നുണ്ട്.